അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, മക്കയിലെ ബനു മഖ്സൂം കുടുംബത്തിൽ ജനിച്ച യുവതിയാണ് ബഹുമാനപ്പെട്ട സുമയ്യ റളിയല്ലാഹു അൻഹ. അവർ ആദ്യം അബീ ഹുദൈഫ എന്ന വ്യക്തിയുടെ അടിമയായിരുന്നു. എന്നാൽ അവർക്ക് വിവാഹപ്രായമെത്തിയപ്പോൾ യാസിർ റളിയല്ലാഹു അൻഹുവിനെ വിവാഹം കഴിച്ചു. അവർക്കൊരു പുത്രനും ജനിച്ചു, അമ്മാർ. മക്കയിലെ ഇരുണ്ട കാലഘട്ടമായിരുന്നു അത്. പെൺകുട്ടികൾ പിറന്നാൽ കുഴിച്ചു മൂടുന്ന കാലഘട്ടം. എല്ലാവരും മദ്യപിച്ച് സുഖലോലുപന്മാരായി അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂജാതനായതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പ്രവാചകത്വം കിട്ടിയതും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രഹസ്യമായി പ്രബോധനം ആരംഭിച്ച കാലത്ത് തന്നെ സുമയ്യ ബീവിയും കുടുംബവും പരിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ വിവരം ഖുറൈശികൾ അറിഞ്ഞു. അവരെ വളരെ അങ്ങേയറ്റം പീഡിപ്പിക്കാൻ ആരംഭിച്ചു. കടകളിൽ ചെന്നാൽ അവർക്ക് സാധനം നൽകുകയില്ല. വഴിയിലൂടെ നടന്നാൽ അവരെ കല്ലെടുത്തെറിയും. അവർക്ക് ജോലികളൊന്നും നൽകുകയില്ല. ഇങ്ങനെ പല വിധത്തിലുള്ള പീഡനങ്ങൾക്കും അവരെ ഇരയാക്കി. ഈ വിവരമറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ സന്തോഷിപ്പിക്കാനായി അവരുടെ വീട്ടിൽ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പറഞ്ഞു, യാസിറിൻ്റെ കുടുംബമേ, നിങ്ങൾ ദുഃഖിക്കാതിരിക്കൂ. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകും. യാസിറിൻ്റെ കുടുംബമേ, നിങ്ങൾക്കുള്ളതാണ് സ്വർഗം. ഖുറൈശികൾ പലവിധ മർദ്ദനമുറകളും നടത്തിയിട്ടും സുമയ്യ ബീവിയും കുടുംബവും ഇസ്ലാമിൽ നിന്ന് പിന്മാറിയില്ല. അവർ സുമയ്യ ബീവിയോട് ചോദിച്ചു, നീ നിന്റെ പുതിയ മതം ഉപേക്ഷിക്കുന്നുവോ? അപ്പോൾ സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഏകനായ ദൈവത്തിലുള്ള വിശ്വാസം ഒഴിവാക്കുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിശ്വാസത്തിൽ ഞാൻ അടിയുറച്ച് നിൽക്കുക തന്നെ ചെയ്യും. ഇത് കേട്ടപ്പോൾ ശത്രുക്കളുടെ കോപം ഇരട്ടിയായി. അവർ അവരെ ശക്തമായ വെയിലിൽ പിടിച്ചു കെട്ടി ചെങ്ങലയിൽ ബന്ധിച്ചു. അതുകൊണ്ടും സുമയ്യ ബീവിയുടെ ഈമാനിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ ഖുറൈശികൾക്ക് കഴിഞ്ഞില്ല. പിന്നീട് അവർ മർദ്ദനമുറകൾ ശക്തമാക്കി. ചുട്ടുപഴുത്ത മണലിൽ അവരെ മലർത്തിക്കിടത്തി. ഇരുമ്പിൻ്റെ കൂർത്ത കമ്പികൾ കൊണ്ട് ദേഹമാസകലം കുത്തിയിറക്കി. സഹോദരങ്ങളെ, വലിയ കൊടിയ പീഡനമായിരുന്നു അത്. സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ ശരീരത്തിൽ നിന്ന് ശക്തമായി പൊള്ളലേറ്റ് അവരുടെ ശരീരം മുഴുവനും വ്രണങ്ങളായി തീർന്നു. കൂർത്ത കമ്പികൾ കൊണ്ട് കുത്തിയിറക്കാത്ത ഭാഗം അവരുടെ ശരീരത്തിൽ നന്നേ കുറവായിരുന്നു. ഇത്രയെല്ലാം കഠിനമായ ദ്രോഹങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടും സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ അവരെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിയില്ല. അവർ പറഞ്ഞു, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. ശത്രുക്കളുടെ കോപം വീണ്ടും ഇരട്ടിച്ചു. അവർ സുമയ്യ ബീവിയെ വധിക്കുവാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു. അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി ഒരു വലിയ കുന്തവുമായി വന്ന് സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ പിന്നിൽ നിന്ന് കുത്തി. ആ കുന്തത്തിൻ്റെ മുന അവരുടെ ശരീരത്തിലൂടെ കയറി മുൻഭാഗത്തേക്ക് വന്നു. സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ ഹൃദയം പിളർന്നു. സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയുടെ വയറ് പിളർന്ന് കുടൽമാലകൾ പുറത്തു വന്നു. സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ ഉറക്കെ പ്രഖ്യാപിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ആ കൊടിയ പീഡനം സഹിക്കാൻ കഴിയാതെ അവർ മരണപ്പെട്ടു. ഇസ്ലാമിന് വേണ്ടി ഷഹീദായ ആദ്യ വനിത. സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇസ്ലാമിൻ്റെ പേരിൽ ഇത്രമാത്രം കഠിനമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടും ഒരു യുവതിയുടെ ഈമാനും ധൈര്യവും നിങ്ങൾ കണ്ടില്ലേ? എത്രമാത്രം ധൈര്യമുള്ളവരായിരുന്നു സുമയ്യ ബീവി റളിയല്ലാഹു അൻഹ. അവരുടെ ഈമാനിൻ്റെ ശക്തി എത്രമാത്രമായിരുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുമയ്യ ബീവി ഷഹീദായ ശേഷം ഇങ്ങനെ പറയുകയുണ്ടായി, സുമയ്യ ബീവിയും കുടുംബവും സ്വർഗത്തിൽ ജീവിക്കുന്നത് ഞാൻ കണ്ടു എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. നാം മനസ്സിലാക്കേണ്ടത്, തൻ്റെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി കേവലം ഒരു യുവതി പോലും ഇത്രമാത്രം കൊടിയ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടും അതിൽ നിന്നും പിന്മാറാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അതിൻ്റെ ഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തെങ്കിൽ, സഹോദരങ്ങളെ, നമുക്ക് ഏൽക്കേണ്ടി വരുന്ന പീഡനങ്ങൾക്കും വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് നമ്മെ ഒരിക്കലും വ്യതിചലിക്കാനാവരുത്. നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് നാം ഒരിക്കലും പിന്തിരിയുകയോ ദുനിയാവിന് വേണ്ടിയിട്ട് നമ്മുടെ വിശ്വാസം നാം വെടിയുകയോ ചെയ്യാൻ പാടുള്ളതല്ല. ഇസ്ലാമിന് വേണ്ടി കൊടിയ പീഡനങ്ങൾ സഹിച്ച സുമയ്യ ബീബി റളിയല്ലാഹു അൻഹ എക്കാലവും അറിയപ്പെടും. മാത്രമല്ല, ഇസ്ലാമിന് വേണ്ടി ഷഹീദായ ആദ്യ വനിത എന്ന കീർത്തിയും അവർക്ക് ലഭിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അചഞ്ചലമായ വിശ്വാസം കൈവിടാതെ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.